ദൈവസ്നേഹത്തിന്റെ ആഴം നമ്മെ പഠിപ്പിച്ച വിശുദ്ധ. ത്യാഗത്തിലൂടെ സ്നേഹത്തിന്റെ യഥാർത്ഥാർത്ഥം ലോകത്തിന് കാണിച്ചവൾ. ജീവൻ ദൈവത്തിന്റെ അമൂല്യ സമ്മാനമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ജാന ബെരേറ്റ മോറ. തന്റെ 4ാമത്തെ ഗർഭകാലത്ത് ഒരു കഠിനമായ പരീക്ഷണം അവൾ നേരിട്ടു. ഗർഭപാത്രത്തിൽ ട്യൂമർ. ഡോക്ടർമാർ അവളോട് ഗർഭഛിദ്രം ചെയ്ത് സ്വന്തം ജീവൻ രക്ഷിക്കാമെന്നറിയിച്ചു. പക്ഷേ ഒരു അമ്മയായും ഒരു ഡോക്ടറായും ജീവന്റെ വില അറിയുന്ന സെന്റ് ജാന ഒരു ഉറച്ച തീരുമാനമെടുത്തു. എന്റെ കുഞ്ഞിനെ രക്ഷിക്കൂ. 1962 കുഞ്ഞ് സുരക്ഷിതമായി ജനിച്ചു. ഏപ്രിൽ 28 അത്യന്തം വേദനകൾക്കിടയിൽ യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് അവൾ ഈ ലോകത്തോട് വിടവാങ്ങി. സെന്റ് ജാനയുടെ ജീവിതം ഒരു ത്യാഗത്തിന്റെ കഥയാണ്. സ്വന്തം ജീവൻ പോലും സമർപ്പിച്ച് കുഞ്ഞിനെ രക്ഷിക്കാൻ തയ്യാറായ ഒരു അമ്മയുടെ കഥ. അവളുടെ സ്നേഹവും വിശ്വാസവും ഇന്നും ലോകത്തിനൊരു സാക്ഷ്യമായി നിലകൊള്ളുന്നു. 2004 മെയ് 16 പോപ്പ് ജോൺ പോൾ II സെയിന്റ് ജാനയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഇന്നവൾ അമ്മമാർക്കും ഡോക്ടർമാർക്കും ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും സംരക്ഷകയായി അറിയപ്പെടുന്നു. 2007 ജനുവരി 27 ഏഷ്യയിൽ വിശുദ്ധ സെന്റ് ജാനയ്ക്ക് സമർപ്പിച്ച ആദ്യ ദേവാലയമാണ് സെന്റ് ജാന ചർച്ച് മരട്. ഒരു ചെറിയ വിശ്വാസ സമൂഹമായി ആരംഭിച്ച ഈ ദേവാലയം ഇന്ന് നിരവധി വിശ്വാസികളുടെ ആത്മീയ കേന്ദ്രമായി വളർന്നു. സെന്റ് ജാന ദേവാലയത്തിൽ അഭയം പ്രാപിച്ച വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവകൃപയാൽ നിരവധി അനുഗ്രഹങ്ങൾ ലഭിച്ചു. കുട്ടികളില്ലാത്തവർക്ക് സെന്റ് ജാനയുടെ മധ്യസ്ഥതയാൽ സന്താനഭാഗ്യം ലഭിച്ചു. ഗർഭകാല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്ക് തടസ്സങ്ങളില്ലാതെ പ്രസവ സൗഭാഗ്യം ലഭിക്കുകയും രോഗികൾക്ക് രോഗശാന്തിയും ലഭിക്കുകയും ചെയ്തു. ഈ ദേവാലയത്തിന്റെ ആത്മീയ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാ പിതാക്കന്മാരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ ദേവാലയത്തിന്റെ സ്ഥാപകനും ആദ്യ ആശീർവാദകർമ്മം നിർവഹിച്ച ബിഷപ്പ് തോമസ് ചക്യത്ത്, പ്രഥമ വികാരിയായി സേവനമനുഷ്ഠിച്ച ഫാദർ ജസ്റ്റിൻ കൈപ്രമ്പാടൻ, ഫാദർ മാർട്ടിൻ ഇടയന്ത്രത്ത്, ഫാദർ ജിമ്മിച്ചൻ കർത്താനം, ഫാദർ ചെറിയാൻ മേരെ വീട്ടിൽ, ഫാദർ ഷാനു മൂഞ്ഞേലി, ഫാദർ സേവിപ്പടിക്ക പറമ്പലിന്റെയും ആത്മീയ നേതൃത്വത്തിലും പിന്തുണയിലും പുതിയ ദേവാലയ നിർമ്മാണം വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിച്ചു. ദൈവസന്നിധിയിൽ നിദ്ര പ്രാപിച്ച ഫാദർ ചെറിയാൻ നേരെ വീട്ടിന്റെ അനുഗ്രഹത്തോടെ സെന്റ് ജാന ദേവാലയ കൂദാശ 2026 ഏപ്രിൽ 28 ചൊവ്വാഴ്ച 5 മണിക്ക് നടത്തപ്പെടുന്നു. മാർ ജോസഫ് പാംപ്ലാനി ദേവാലയാശീർവാദകർമ്മം നിർവഹിക്കുന്നു. ഈ അനുഗ്രഹ നിമിഷത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു.